ചെറുവാരണം പുത്തനമ്പലം ക്ഷേത്രത്തിലെ ചുറ്റമ്പല സമർപ്പണം ജനുവരി 30 നടക്കും. പഴനിമല എന്നറിയപ്പെടുന്ന ചെറുവാരണം ശ്രീനാരായണപുരം ക്ഷേത്രത്തിലെ തൻവർഷത്തെ തിരുവുത്സവം ഫെബ്രുവരി 4-ാം തീയതി തെക്കോടിയേറ്റോടുകൂടി ആരംഭിച്ച് ഫെബ്രുവരി 11 തിരുവാറോട്ടോടുകൂടി സമാപിക്കുകയാണ്. ഉത്സവത്തിന് മുന്നോടിയായി നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലം പൂർത്തീകരിച്ച് തിരുസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ജനുവരി 30-ാം തീയതി രാവിലെ 10:30 ചുറ്റമ്പല സമർപ്പണം നിർവഹിക്കുന്നത് ശിവഗിരി മഠം സന്യാസി പത്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികളാണ്. 10:30 സമർപ്പണം കഴിഞ്ഞാൽ ഉടൻ തന്നെ 11 മണിക്ക് പൊതുസമ്മേളനം ആരംഭിക്കുകയാണ്. പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ആദരണീയനായ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അവരുകളാണ്. മുഖ്യപ്രഭാഷണം നടത്തുന്നത് കേരളത്തിൻ്റെ പ്രിയങ്കരനായ കൃഷിമന്ത്രി ശ്രീ പി പ്രസാദ് അവരുകളാണ്. കഴിഞ്ഞ 10-13 വർഷക്കാലം ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പല നിർമ്മാണം മുടങ്ങി കിടക്കുകയായിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം അതിവേഗതയിലാണ് ചുറ്റമ്പല നിർമ്മാണത്തിൻ്റെ പ്രവർത്തനം പുരോഗമിച്ചത്. ക്ഷേത്ര ചുറ്റമ്പലത്തിന് ചുറ്റും വിളക്കുമാടം സ്ഥാപിച്ച് പിച്ചള പൊതിഞ്ഞ് വിളക്കുകൾ സ്ഥാപിച്ചിരിക്കുന്നു. ജനുവരി 30-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് ഈ ചുറ്റുവിളക്കുകളിൽ നെയ്യൊഴിച്ച് ആദ്യ ദീപപ്രകാശനം നടത്തുകയാണ്. കൂടാതെ നമ്മുടെ ക്ഷേത്രത്തിൽ ത്രികാല ദോഷ പരിഹാരാർത്ഥം നടത്തിയ പ്രശ്നചിന്തയുടെ അടിസ്ഥാനത്തിൽ ഒരു ദേവീക്ഷേത്രം കൂടി നിർമ്മിക്കുന്നതിന് വേണ്ടി ദേവസ്വം കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നോടിയായി പാപ പ്രശ്ന പരിഹാരാർത്ഥം ഒരു ചണ്ഡികാ ഹോമം നടക്കുന്നുണ്ട്. 2025 മെയ് 10-11 തീയതികളിലാണ് നവചണ്ഡികാ ഹോമം നടത്തുന്നത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതന്റെ നേതൃത്വത്തിൽ 10ഓളം പുരോഹിതന്മാർ പങ്കെടുക്കുന്ന അതിഗംഭീരമായ അതിവിശിഷ്ടമായ ഭക്തിപൂർണമായ ഒരു ചടങ്ങാണ് നവചണ്ഡിക. വ്യാഴാഴ്ച രാവിലെ 6:30 ബ്രഹ്മകലശാഭിഷേകം, പരികലശാഭിഷേകം, വിശേഷാൽ പൂജകൾ എന്നിവ നടക്കും. 10:30 വിശിഷ്ടാതികളുടെ സാന്നിധ്യത്തിൽ ശിവഗിരി മഠം വിശുദ്ധാനന്ദ സ്വാമികൾ ചുറ്റമ്പല സമർപ്പണം നിർവഹിക്കും. 11 ചേരുന്ന സമർപ്പണ സമ്മേളനം ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തും. ശിവഗിരി മഠം വിശുദ്ധാനന്ദ സ്വാമികൾ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് പി സോമരാജൻ, ക്ഷേത്രം തന്ത്രി പറവൂർ രാകേഷ് തന്ത്രികൾ, SN ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗം പ്രീതി നടേശൻ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ദേവസ്വം ആക്ടിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഷാജി അധ്യക്ഷത വഹിക്കും. 1853 സ്ഥാപിതമായതാണ്. ശ്രീനാരായണ ഗുരുദേവൻ ജനിക്കുന്നത് 1855 അതിലും 2 വർഷം മുമ്പ് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ കായംകുളത്ത് മംഗലോദയം ജ്ഞാനോദയ ക്ഷേത്രം എന്ന ഒരു ക്ഷേത്രം സ്ഥാപിക്കുകയും അതിന് 1 വർഷത്തിന് ശേഷം സ്ഥാപിക്കപ്പെട്ടാണ് പുത്തനമ്പലം. ഇത് കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ ഏറ്റവും വലിയ അടയാളമാണ്. അവിടെ ഈ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ശരവേഗത്തിലാണ് പണികളെല്ലാം നടക്കുന്നത്. അമ്പലം നവീകരിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മുടെ കമ്മിറ്റി ഓഫീസ് 2000 സ്ക്വയർ ഫീറ്റുള്ള കമ്മിറ്റി ഓഫീസിന്റെ വാർക്കലിപ്പ് നടക്കുകയാണ്. ചുറ്റുവിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ദേവീക്ഷേത്രം സ്ഥാപിക്കാനുള്ള എല്ലാ സ്പോൺസർഷിപ്പുകളും ബാക്കിയുള്ളതെല്ലാം വന്നിട്ടുണ്ട്. നവചണ്ഡികാ ഹോമം വരുന്നു. അങ്ങനെ വളരെ വിപുലമായ പരിപാടികളാണ് നടക്കുന്നത്. ഈ ഉത്സവം 10 മണിക്കൊക്കെ നിർത്തുമെന്ന് പറയുമെങ്കിലും ക്ഷേത്ര കലകൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് 10 മണിക്ക് ശേഷം വളരെ ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പല പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കളിയാട്ടം, തെയ്യത്തിന്റെ മോഡലിലെ കളിയാട്ടങ്ങളുണ്ട്, കാവടികൾ വന്നിട്ടുണ്ട്, തുള്ളൽ ത്രയങ്ങളുണ്ട്. അങ്ങനെ നമ്മുടെ ക്ഷേത്ര കലകളെല്ലാം തിരിച്ചു കൊണ്ടുവരുന്നൊരു ശ്രമം കൂടി നടത്തുന്നു.